ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഈ മാസം നമുക്ക് 2026 ഈ മാസം നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കുറച്ച് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളുടെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡിന്റെ വീഡിയോസ് ഇട്ടിട്ട് നമ്മുടെ ഈ മെയിൻ ചാനൽ ഇട്ടിട്ട് നമുക്ക് കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി നമ്മുടെ JMG26 എന്ന ചാനലിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ അപ്ഡേറ്റ് വീഡിയോസും കാണാനൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് അറിയാത്തവർ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. JMG26 എന്ന് അടിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ ഫിനാൻസ് വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം ഇതിൽ നമ്മൾ മിക്സ് ചെയ്ത് ഇടാറുണ്ട്. എന്താ പറയുക, ഫിനാൻസും അതുപോലെ തന്നെ ടെക്കും ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കാലം ഇപ്പോൾ ഫിനാൻസ് ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ഈ മാസം അപ്ലൈ ചെയ്യാവുന്ന കുറച്ച് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളുടെ കാര്യം നമ്മളൊന്ന് പറയാൻ പോകുന്നുട്ടോ. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ IDFC ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകളാണ്. IDFC ബാങ്കിന്റെ ഫസ്റ്റ് ക്ലാസ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. IDFC ബാങ്കിന്റെ ഫസ്റ്റ് ക്ലാസ് ക്രെഡിറ്റ് കാർഡ് കുറെ കാലമായിട്ട് ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ്. പിന്നെ നമുക്ക് IDFC ബാങ്കിന്റെ ഫസ്റ്റ് സെലക്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഈ IDFC ബാങ്കിന്റെ കുഴപ്പം എന്താ വെച്ചാൽ പിൻ കോഡ് ഇഷ്യൂസ് ഉണ്ട്. അതാണ് ഒരു കുഴപ്പം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. പിന്നെ IDFC ബാങ്കിന്റെ മില്ലിയനിയർ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആണ്. ഈ കാർഡ് അപ്ലൈ ചെയ്യാനൊക്കെ ലിങ്കുകളൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. സെറ്റപ്പിന്റെ അല്ലാണ്ടായിട്ട് നമ്മുടെ റെഫർ ലിങ്കുകളാണ് കേട്ടോ. പിന്നെ വരുന്ന യെസ് ബാങ്കിന്റെ ഏസ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ അതിന് അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ യെസ് ബാങ്കിന്റെ കാര്യം വേറെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ സെപ്പറേറ്റ് വേറെ സംഭവമൊന്നും ഇല്ല. പിന്നെ കോബ്രാൻഡ് കാർഡുകളുണ്ട്. പിന്നെ നമുക്ക് സ്കാപ്പിയ ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രാവൽ ഒരു ലൈഫ് ടൈം ഫ്രീ ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഫെഡറൽ ബാങ്കാണ് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ കിവി ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. കിവിയും അതുപോലെ തന്നെ യെസ് ബാങ്കും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആക്സിസ് ബാങ്ക് ഉണ്ട്. അങ്ങനെ 3-4 ബാങ്കുകളുണ്ട്, അവരും കൊടുക്കുന്നുണ്ട്. അതും ലൈഫ് ടൈം ഫ്രീ തന്നെയാണ്, UPI കാർഡാണ്. പിന്നെ യെസ് ബാങ്കിന്റെ തന്നെ പോപ്പ് ക്ലബ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതും കോബ്രാൻഡ് ക്രെഡിറ്റ് കാർഡാണ്. അതും നമുക്ക് ലൈഫ് ടൈം ഫ്രീ കാർഡ് തന്നെയാണ് കേട്ടോ. പിന്നെ യൂണിഗോൾഡ് എക്സ് ക്രെഡിറ്റ് കാർഡ്, ഇതും യെസ് ബാങ്കിന്റെ തന്നെയാണ്, കോബ്രാൻഡാണ്. ഇവരൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഫിൻടെക് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ഇറക്കുന്നതാണ്. ഇതും ലൈഫ് ടൈം ഫ്രീ തന്നെയാണ്. പിന്നെ സാഗ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഇത് പണ്ട് റിയോ ക്രെഡിറ്റ് കാർഡ് എന്നായിരുന്നു പേര്. ഇതും യെസ് ബാങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ റിയോ കാർഡൊക്കെ നമുക്ക് ഓൾറെഡി യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ പിന്നെ കിട്ടില്ല, അങ്ങനെ കുഴപ്പമുണ്ടേ. അപ്പോൾ അതെല്ലാത്തിൻ്റെയും അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. പിന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ്. പിന്നെ ടൈഗർ ക്രെഡിറ്റ് കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ്. പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡിനൊക്കെ നമ്മൾ ഓൾറെഡി അൺബോക്സിംഗ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ RBL ബാങ്കിന്റെ ഷോപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡും ഇപ്പോൾ നിങ്ങൾക്ക് RBL ബാങ്കിന്റെ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാർഡുകളാണ് തൽക്കാലത്തേക്ക് നമുക്ക് ഈ മാസം അപ്ലൈ ചെയ്യാവുന്ന ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്താ പറയുക അപ്രൂവൽ റേറ്റ് ഉള്ളത് കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് അത്ര എളുപ്പമായിട്ടൊന്നും കിട്ടുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ അവർ സിവിൽ സ്കോർ അത്യാവശ്യം വേണം, ഇൻകം പ്രൂഫ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ഈ കോബ്രാൻഡ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ ചാൻസസ് കുറവായിരിക്കും. ഡയറക്റ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഇൻകം പ്രൂഫ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് നിങ്ങൾ പ്രത്യേകിച്ച് ആദ്യത്തെ കാർഡൊക്കെ അപ്ലൈ ചെയ്യാൻ പോകുകയാണെങ്കിൽ ആദ്യം കോബ്രാൻഡ് കാർഡ് എടുക്കാൻ നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ റെഫറലിങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് അവിടെ അപ്ലൈ ചെയ്യാം, കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ അനലിസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിക്കാത്തവർ ഫോളോ അടിക്കുക. താഴെ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത കാണാം.